നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക കാർവാറിൽ പാലം തകർന്ന് ട്രക്ക് പുഴയിൽ വീണു. കാർവാറിനെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളി പാലമാണ് തകർന്നത്. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് കുണ്ടടുക്കയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് റോഡിന്റെ വീതി കൂട്ടുവാൻ ശ്രമം. വലിയ വാഹനങ്ങൾ കടത്തിവിടുവാൻ 2 ആഴ്ച സമയമെടുത്തേക്കും. കാസർഗോഡ് മിഞ്ചിപ്പതവിലെ പ്ലാന്റേഷൻ ഭൂമിയിൽ മൂടിയ കിണറുകൾ കുഴിച്ച് പരിശോധിക്കുന്നതിൽ തടസ്സമില്ല. ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നിലപാട് വ്യക്തമാക്കി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. മടക്കര തുറമുഖത്തിലേക്കെത്തുന്ന കാൽനട യാത്രക്കാരിൽ നിന്നും 10 രൂപ പ്രവേശന ഫീസ് വാങ്ങുന്നത് ചോദ്യം ചെയ്ത് തർക്കം. ചാകര അറിഞ്ഞെത്തുന്നവരിൽ നിന്നാണ് തുക ഈടാക്കുന്നതെന്നാണ് ആരോപണം. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വയനാടിനെ ചേർത്ത് പിടിക്കും. ഈ മാസം 22-ന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും. വയനാട്ടിലെ വേദനിക്കുന്ന ജനതയ്ക്ക് സ്നേഹത്തിന്റെ കരങ്ങളുമായി കാഞ്ഞങ്ങാട്ടെ അധ്യാപകനും VV സുബ്രഹ്മണ്യൻ മാഷാണ് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വാർത്തകൾ വിശദമായി. കർണാടക കാർവാറിൽ പാലം തകർന്ന് ട്രക്ക് പുഴയിൽ വീണു. കാർവാറിനെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളി പാലമാണ് തകർന്നത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രക്ക് പുഴയിൽ വീഴുകയായിരുന്നു. കർണാടകയിൽ ദേശീയപാത 66-ൽ പാലം തകർന്ന് ട്രക്ക് പുഴയിൽ വീണു. സദാശിവഗഡിനെ കാർവാറുമായി ബന്ധിപ്പിക്കുന്ന പഴയ കാളിപ്പാലമാണ് തകർന്നു വീണത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഈ സമയത്ത് പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രക്ക് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഡ്രൈവറെ മത്സ്യത്തൊഴിലാളികളാണ് പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. ഇയാളെ കാർവാറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഉത്തര കന്നഡ SP നാരായൺ പറഞ്ഞു. ഗോവയെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള 40 വർഷം പഴക്കമുള്ള പാലമാണിത്. ദേശീയപാത 66-ന്റെ വികസനത്തിനായി ഇവിടെ പുതിയ പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പഴയ പാലം വഴി തന്നെയായിരുന്നു. പാലം തകർന്നതിനെ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിനായി സുരക്ഷാ പരിശോധന നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് കുണ്ടടുക്കയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് 2-ാം ദിവസവും വലിയ വാഹനങ്ങൾക്ക് യാത്രാവിലക്ക്. ദേശീയപാത പ്രവൃത്തിക്കായി വൻതോതിൽ മണ്ണെടുത്തതാണ് വിള്ളലുണ്ടാകുവാൻ കാരണമായത്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം നിരവധി കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് അപകടഭീതിയിൽ കഴിയുന്നത്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെങ്കള VK പാറ കുണ്ടടുക്കത്ത് തിങ്കളാഴ്ച വൈകിട്ടാണ് വിള്ളൽ കണ്ടത്. റോഡിന്റെ പാർശ്വഭാഗം ഇടിയാൻ സാധ്യതയുള്ളതിനാൽ വലിയ വാഹനങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. ഇത് ബുധനാഴ്ചയും തുടർന്നു. VK പാറ കുണ്ടടുക്കത്ത് ദേശീയപാതയിൽ ഇടതുഭാഗത്ത് കോൺക്രീറ്റ് പാർശ്വഭിത്തി നിർമ്മാണത്തിനായി കുഴിയെടുത്തിരുന്നു. ഇതിന് മുകൾ ഭാഗത്ത് റോഡിനോട് ചേർന്ന ഭാഗം 6 മീറ്ററിലേറെ നീളത്തിൽ 12 മീറ്ററോളം താഴേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുകൂടി മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് കൂടുതൽ ഇടിഞ്ഞേക്കുമെന്ന ഭീതി ഉയർത്തുന്നു. ഇതേ തുടർന്നാണ് വലിയ വാഹനങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ഇടതുഭാഗം ഇടിഞ്ഞതോടെ വലതുഭാഗത്തെ കുന്നിടിച്ചു താഴ്ത്തി റോഡിന്റെ വീതി കൂട്ടാൻ ചൊവ്വാഴ്ച രാവിലെ മുതൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 100 മീറ്ററോളം നീളത്തിൽ വീതി കൂട്ടുന്നതിനാണ് തീരുമാനം. 7 മീറ്ററോളം ഉയരത്തിലാണ് കുന്നിടിക്കുന്നത്. റോഡ് വീതി കൂട്ടി വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് 2 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ നൽകുന്ന സൂചന. പ്രദേശത്തെ സ്കൂൾ കുട്ടികളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് രാവിലെയും വൈകിട്ടും ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കുമിടയിൽ മിനി ബസ് സൗകര്യം ഏർപ്പെടുത്താൻ ദേശീയപാത ബേവിഞ്ച കർമ്മസമിതി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെർക്കള മുതൽ ബേവിഞ്ച വരെ വളരെ സങ്കീർണമായ അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയത് കാരണം കുന്നിടിച്ചും നിലവിലെ റോഡ് താഴ്ത്തിയുമാണ് പുതിയ റോഡ് കടന്നു പോകുന്നത്. 100-ലേറെ വീടുകളുള്ള കുണ്ടടുക്കം, പുലിക്കുണ്ട്, VK പാറ, കൊയങ്ങാനം മൂല, സ്റ്റാർ നഗർ പ്രദേശങ്ങളിലാണ് വലിയ ഭീഷണിയുള്ളത്. റോഡിന് പടിഞ്ഞാറു ഭാഗം വലിയ കുന്നും കിഴക്കുഭാഗം 60 അടി വരെയുള്ള താഴ്വാരവുമാണ്. മുകൾ ഭാഗത്ത് നിന്ന് കുന്നും താഴെ റോഡ് ഭാഗവും ഇടിയുന്നതിനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്.
ഇത് പരിഹരിക്കുന്നതിന് അപകട സാധ്യതാ സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അരികുഭിത്തി പണിയുകയും ഗതിമാറിപ്പോകുന്ന മഴവെള്ളം ഒഴുകുന്നതിന് ഡ്രൈനേജ് പണിയുകയും വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മിഞ്ചിപ്പതവിലെ പ്ലാന്റേഷൻ ഭൂമിയിൽ മൂടിയ കിണറുകൾ കുഴിച്ച് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ് എസ്റ്റേറ്റിൽ മൂടിയ 5 കിണറുകൾ വീണ്ടും കുഴിച്ച് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ടിന് മറുപടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിലപാട് വ്യക്തമാക്കിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ് എസ്റ്റേറ്റിൽ മൂടിയ 5 കിണറുകൾ വീണ്ടും കുഴിച്ച് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ടിന് മറുപടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിലപാട് വ്യക്തമാക്കിയത്. മുളിയാർ ചോക്കമൂല ബ്ലോക്കിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ആൾമറയില്ലാത്ത കിണറ്റിൽ ശാന്ത എന്ന തൊഴിലാളി വീട് മരിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള മുഴുവൻ കിണറുകളും മൂടാൻ തീരുമാനിച്ചതെന്നും സംശയം നീക്കാൻ ഇങ്ങനെ മൂടിയ 5 കിണറുകളും തുറന്ന് പരിശോധിക്കുന്നതിൽ കോർപ്പറേഷന് തടസ്സമില്ലെന്നും ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ചിന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. കാലിയായ ബാരലുകളിൽ ഭൂരിഭാഗവും കാലക്രമേണ തുരുമ്പെടുത്ത് നശിച്ചതായും പ്ലാന്റേഷൻ കോർപ്പറേഷൻ വ്യക്തമാക്കി. നിരോധന സമയത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണിൽ അവശേഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനി കേരള കർണാടക അതിർത്തി പ്രദേശമായ മിഞ്ചിപ്പതവിലെ പ്ലാന്റേഷൻ ഭൂമിയിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ കുഴിച്ചുമൂടിയെന്നാണ് പരാതി. സംഭവത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖല റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ദേശീയ ഹരിത ട്രിബ്യൂണൽ ചുമതലപ്പെടുത്തുകയായിരുന്നു. മിഞ്ചിപ്പതവ് സന്ദർശിക്കുകയും നാട്ടുകാരോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ മൂടിയ 5 കിണറുകൾ 100 അടി ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ മടക്കര തുറമുഖത്തിലേക്കെത്തുന്ന കാൽനട യാത്രക്കാരിൽ നിന്നും 10 രൂപ പ്രവേശന ഫീസ് വാങ്ങുന്നത് ചോദ്യം ചെയ്ത് തർക്കം. ദിവസങ്ങളിലായി ചെമ്മീൻ ഉൾപ്പെടെ മത്സ്യചാകര അറിഞ്ഞെത്തുന്നവരിൽ നിന്നാണ് കരാറുകാർ തുക ഈടാക്കുന്നതെന്ന ആരോപണവുമായി ചിലർ രംഗത്ത് വന്നതാണ് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തുറമുഖത്തിനകത്തേക്ക് കടക്കാൻ കാൽനട യാത്രക്കാർക്ക് 10 രൂപ ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനാലാണ് ബുധനാഴ്ച ഉച്ചയോടെ ചിലർ കരാറെടുത്തവരുടെ തൊഴിലാളികളുമായി തർക്കമുണ്ടായത്. പൈസ കൊടുക്കേണ്ട ആവശ്യം, 10 രൂപ കൊടുക്കേണ്ട ആവശ്യം, നടത്തുന്ന പൈസ. നിർദ്ദേശിച്ച തുക മാത്രമേ തങ്ങൾ ഈടാക്കിയിട്ടുള്ളൂവെന്ന് പ്രവേശന കവാടത്തിലുള്ള തൊഴിലാളികൾ പറഞ്ഞു. പിന്നീട് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ട്രോളിംഗ് അവസാനിച്ച ശേഷം കഴിഞ്ഞ 4 ദിവസമായി ചെമ്മീൻ ഉൾപ്പെടെ മത്സ്യചാകര അറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ തുറമുഖത്തെത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ്ങായി എന്ന പേരിൽ ഈ മാസം 22-ന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും. കാരുണ്യയാത്രാ ദിനത്തിൽ പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്യണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ്ങായി എന്ന പേരിൽ ഈ മാസം 22-ന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും. യാത്ര നടത്തി കിട്ടുന്ന തുക സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കാനും അതുവഴി സംസ്ഥാന ഫെഡറേഷൻ വയനാടിന്റെ അതിജീവനത്തിനായി 25 വീടുകൾ നിർമ്മിക്കുന്നതിലേക്ക് കാസർഗോഡ് ജില്ലയും പങ്കുചേരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. കാരുണ്യയാത്രാ ദിനത്തിൽ പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്യണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കാസർഗോഡ് ജില്ല മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെയാണ് ആഗസ്റ്റ് 22-ാം തീയതി ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ചേരുകയും അതനുസരിച്ച് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റും അതേ ദിവസം തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഈ കാരുണ്യയാത്രയിൽ മുഴുവനും ജനങ്ങളെയും പങ്കാളികളാക്കണം
എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. സമ്പന്നരും ഉന്നതർക്കൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാർ നേരിട്ടിട്ടോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നേരിട്ടിട്ടോ കൊടുക്കാൻ പറ്റുന്ന വ്യവസ്ഥയാണ്. 10,000, 20,000 അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ കൊടുക്കാനുള്ളൊരു ശേഷിയില്ല, കഴിവില്ല. അപ്പോൾ ഈ ബസ്സിലൂടെ അവർക്കെല്ലാം ബസ്സിൽ കയറിയ 100, 200, 500 രൂപ അവരതിൽ നിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും വയനാടിന് അതൊരു കൈത്താങ്ങായിട്ട് മാറും. അവരുടെ കണ്ണീരൊപ്പാൻ അതൊരു സഹായകരമായിരിക്കും. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് കെ, ജനറൽ സെക്രട്ടറി ടി ലക്ഷ്മണൻ, ട്രഷറർ രാജേഷ് യു, വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് കുഞ്ഞി PA, PV പത്മനാഭൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കെ ശങ്കരനായക്, പി സുകുമാരൻ, CA മുഹമ്മദ്, AV പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാൽനട യാത്രയ്ക്കായി സുരക്ഷിത മാർഗമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരം 167 ദിവസം പിന്നിട്ടു. പ്രതിഷേധം ശക്തമാകുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് പ്രതീക്ഷയേകി അധികൃതർ വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആവശ്യം നടപ്പിലാകുന്നതുവരെ സമരം തുടരുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ കാൽനടയാത്രയ്ക്കായി സുരക്ഷിത മാർഗമില്ലാത്ത സാഹചര്യമാണ്. ഇതേ തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി അനിശ്ചിതകാല സമരം തുടങ്ങിയത്. സമരം ഇപ്പോൾ 167 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാകുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് പ്രതീക്ഷയേകി അധികൃതർ വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അടിപ്പാതയൊരുക്കി പ്രശ്നം പരിഹരിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ഓഫീസിലുണ്ടായ തീരുമാനപ്രകാരം ചൊവ്വാഴ്ച രാവിലെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, നിർമ്മാണ കമ്പനി, ULCC പ്രതിനിധികൾ, മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, മഞ്ചേശ്വരം രാഘം ജംഗ്ഷൻ സമരസമിതി ഭാരവാഹികൾ എന്നിവർ സ്ഥലപരിശോധന നടത്തി. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ അണ്ടർപാസ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ അണ്ടർപാസ് നിർമ്മാണം ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഡൽഹി സന്ദർശിച്ച് പ്രശ്നം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമരക്കാർക്ക് ഉറപ്പ് നൽകിയ ഫൂട്ടോർ ബ്രിഡ്ജിന്റെ ലൊക്കേഷൻ കൂടി സമരസമിതിയുടെ ആളുകളുമായി ആലോചിച്ച് നമുക്കത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്ത് അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ULCCയോട് അതിന്റെ പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വീണ്ടും ബഹുമാന്യ MP ഡൽഹിയിലാണ്, MPയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലും ഒരു അണ്ടർപാസിന് വേണ്ടിയുള്ള ശ്രമം ഉപേക്ഷിക്കാതെ വീണ്ടും നമ്മൾ തുടരുന്നുണ്ട്. നിയമപരമായി പോരാട്ടം നടത്തുന്നുവെങ്കിലും അതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനും ഗവൺമെന്റ് കോളേജും ലോ കോളേജും ആരാധനാലയങ്ങളും ഒരുപാട് ഉൾപ്രദേശങ്ങളുമുള്ള മഞ്ചേശ്വരത്തിന്റെ ഈ ആവശ്യം എന്ന് പറയുന്നത് പരിഗണിക്കണമെന്നുള്ള ആവശ്യത്തോട് ഇപ്പോഴും നമ്മൾ ശക്തമായി അതിനാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏതായാലും ഈ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ലൊക്കേഷൻ കണ്ടെത്താനും അതിന്റെ പണി ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത് ഒരു വലിയ നമ്മുടെ വിജയമാണ്. വീണ്ടും അണ്ടർപാസിന്റെ ആവശ്യകതകളും അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നേരിട്ട് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എന്തായാലും പരിശ്രമിക്കും. സമരസമിതി ഭാരവാഹികളും നാട്ടിലെ പ്രമുഖരും സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു. വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് പറഞ്ഞ ആക്ഷൻ കമ്മിറ്റി തങ്ങൾ ഉന്നയിച്ച ആവശ്യം നടപ്പിലാകുന്നതുവരെ സമരം തുടരുമെന്നും അറിയിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വയനാട്ടിലെ വേദനിക്കുന്ന ജനതയ്ക്കായി ആയിരങ്ങൾ കൈകോർക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കരങ്ങളുമായി കാഞ്ഞങ്ങാട്ടെ ഒരധ്യാപകനും. സമഗ്ര ശിക്ഷ കാസർഗോഡിലെ കാഞ്ഞങ്ങാട് BRCയിലെ VV സുബ്രഹ്മണ്യൻ മാഷാണ് വയനാടിൻ്റെ കണ്ണീരൊപ്പുവാൻ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സമഗ്ര ശിക്ഷ കാസർഗോഡിലെ കാഞ്ഞങ്ങാട് BRCയിലെ VV സുബ്രഹ്മണ്യ മാഷ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. 1 ലക്ഷം രൂപയുടെ ചെക്ക് കാസർഗോഡ് കളക്ടറേറ്റിൽ വെച്ച് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഏറ്റുവാങ്ങി. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ സ്വദേശിയായ സുബ്രഹ്മണ്യ മാഷ് നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. 2018 മഹാപ്രളയകാലത്ത് PF ലോണെടുത്ത് മാഷ് 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വാർത്തയായിരുന്നു. മാഷിന്റെ നേതൃത്വത്തിലുള്ള വൈഷ്ണവം സത്സംഗ സമിതി ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. 2023 കരിവെള്ളൂർ പേരളത്ത് രാധിക്ക് സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകിയതിന് ചുക്കാൻ പിടിച്ചതും മാഷായിരുന്നു. സർക്കാരിന്റെ അനുവാദമുണ്ടെങ്കിൽ വയനാട്ടിലൊരു വീട് നിർമ്മിച്ച് നൽകുമെന്നും മാഷ് അറിയിച്ചു. മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചുലക്കുന്ന രീതിയിൽ
നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വയനാട്ടിൽ ദുരിതം വന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മനുഷ്യത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് വേദനിക്കുന്ന ആ മനുഷ്യരോടൊപ്പം എന്നാൽ കഴിയുന്നൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലായിട്ട് വന്നത്. കൊച്ചു കുട്ടികൾ മുതൽ വയോധികന്മാർ വരെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് അവർ സ്വരൂപിച്ച് കൂട്ടിയതെല്ലാം വയനാടിന് വേണ്ടി നൽകുമ്പോൾ നമുക്കും നമ്മളാലാവത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുള്ളത്. എൻ്റെ നേതൃത്വത്തിലുള്ള വൈഷ്ണവം കൂട്ടായ്മ സാധിക്കുമെങ്കിൽ, സർക്കാരിൻ്റെ അനുവാദം കിട്ടുമെങ്കിൽ അവിടെ ഒരു വീട് നിർമ്മിച്ച് നൽകും എന്നും കൂടി ഈ സമയത്തിൽ ഉറപ്പ് നൽകുകയാണ്. അവരോടൊപ്പം ചേരുക എന്നുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ബാധ്യതയായും കടമയായും ഞാൻ കരുതുകയാണ്. 2018 പ്രളയ സമയത്ത് ഇതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകുവാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഭാഗ്യം തന്നെയാണ്. അവരോടൊപ്പം അവരുടെ വേദനയോടൊപ്പം ഞാനുമുണ്ട്, ഈ സമൂഹമുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം തീർച്ചയായിട്ടും ജീവിതത്തിലെ അസുലഭമായ ഭാഗ്യം തന്നെയായിട്ട് കരുതുകയാണ്. അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രഭാഷകൻ കൂടിയായ സുബ്രഹ്മണ്യ മാഷ് കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം ഭാഗവത സപ്താഹയജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനത്തെ മാനിച്ച് 2024 ജനുവരിയിൽ കാഞ്ഞങ്ങാട് വെച്ച് ഭാഗവത വാചസ്പതി പട്ടം നൽകി മാഷിനെ ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൽ 31 മണിക്കൂറിനുള്ളിൽ അഭിമാന അടയാളപ്പെടുത്തലായി മാറിയ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായ ലയൺസ് നായിക് വി അർജുൻ വലിയ പറമ്പിന്റെ യശസ്സുയർത്തിയ യുവധീരനാണ്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയ പറമ്പ് പാലത്തിനടുത്തെ കെ ബാലന്റെയും ഇന്ദിരയുടെയും ഇളയ മകനായ അർജുൻ. പാലം ഒലിച്ചുപോയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായ ഘട്ടത്തിലാണ് മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത്. ജൂലൈ 31 രാവിലെ 9 മണിക്ക് ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണ ജോലികൾ ഓഗസ്റ്റ് 1 വൈകുന്നേരത്തോടെ സൈന്യം പൂർത്തിയാക്കി. 190 അടി നീളവും 3 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗവും അധികൃതർക്കും നാട്ടുകാർക്കും ആത്മവിശ്വാസവും കൈവന്നത്. മദ്രാസ് സാപ്പേഴ്സ് എന്നറിയപ്പെടുന്ന സൈന്യത്തിന്റെ എഞ്ചിനീയർ ഗ്രൂപ്പാണ് രാപ്പകൽ ഭേദമന്യേ നിർമ്മാണ പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിച്ചത്. സേനാ അംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ബെയ്ലി പാലം നിർമ്മാണത്തിൽ സഹായവുമായി ഉണ്ടായിരുന്നു. കേരളത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ആശ്വാസമേകാനുമായി എത്തിയ സൈനികരിൽ വലിയ പറമ്പ് ദ്വീപിന്റെ അഭിമാനമായ ലാൻസ് നായക് വി അർജുനും അംഗമായെത്തി. 20 ട്രക്കുകളിലായി പാലത്തിന്റെ പാനലുകൾ ബംഗളൂരുവിൽ നിന്നാണ് ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നത്. ഒരൊറ്റ തൂണിന്റെ പിന്തുണയിൽ നിർമ്മിച്ച പാലത്തിനായി 19 പാനലുകളാണ് ഉപയോഗിച്ചത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയ പറമ്പ് പാലത്തിനടുത്ത കെ ബാലന്റെയും ഇന്ദിരയുടെയും മകനായ അർജുൻ. സൈന്യത്തിൽ 9 വർഷമായി സേവനം ചെയ്തു വരുന്നു. ജമ്മു കാശ്മീരിൽ വിവിധ ഓപ്പറേഷനുകളിൽ പങ്കാളിയായിട്ടുണ്ട്. രാജസ്ഥാനിലും പ്രവർത്തിച്ചു. വയനാട്ടിൽ നിർമ്മിച്ച 24 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന സ്റ്റീൽ ട്രസ് പാലം പൂർത്തിയായ ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലായതെന്ന് ലാൻസ് നായക് അർജുൻ KCN ന്യൂസിനോട് പറഞ്ഞു. ടോട്ടലി 140 പേരുണ്ടായിന്. അപ്പം എൻ്റെ വർക്കെന്ന് വെച്ചാൽ അവിടെ റേഡിയോ സെറ്റും എടുത്തിട്ട് പോയതാണ്. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ പാലത്തിൻ്റെ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. അപ്പം നമ്മളെ MEG മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ്, അത് നമ്മൾ എൻ്റെ ടീമാണത്. പിന്നെ നമ്മളെ 31 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് 80 ഫീറ്റ് പാലത്താണ് നമ്മൾ ഇട്ട്. അതുകൊണ്ട് പാലം വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അവിടത്തേക്ക് എത്തിപ്പെടാനാണ്, മറുഭാഗത്തേക്ക് എത്തിപ്പെടാനും കൂടുതൽ ഇതായതും പാലം വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ തെരച്ചിൽ ഊർജിതമായത് പാലം വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. മൂത്ത സഹോദരി ഡോക്ടർ ബിന്ധ്യ ബാലൻ 5 വർഷത്തോളമായി മസ്കറ്റിൽ മെഡിക്കൽ ഓഫീസറാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വലിയ പറമ്പിലെ വീട്ടിൽ വിശ്രമിച്ച അർജുൻ ബുധനാഴ്ച വൈകുന്നേരത്തോടെ ബംഗളൂരുവിൽ സേനാ ആസ്ഥാനത്തെത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു.
2024-25 വർഷത്തെ പച്ചക്കറി വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കൂടുതൽ വിളവ് തരുന്നവയാണ് ഹൈബ്രിഡ് പച്ചക്കറി വിത്തനങ്ങൾ. ഹൈടെക് കൃഷി ഇഷ്ടപ്പെടുന്ന ഏവരും സങ്കരയിനം പച്ചക്കറി വിത്തുകളാണ് കൂടുതൽ വിളവ് ലഭിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. തക്കാളി, വഴുതിന, പച്ചമുളക്, വെണ്ട എന്നിവയുടെ തൈകളാണ് കൃഷിഭവൻ മുഖാന്തരം വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാം പരസ്പര പൂരകമാണ്. നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് വളമാക്കി മാറ്റാനുള്ള സംവിധാനം നമ്മൾ വീടുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ വളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടികൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചവർക്ക് ഉണ്ടാവും 10 ചട്ടികൾ വീതം, മൺചട്ടികൾ, നല്ല വലിപ്പത്തിലുള്ള ചട്ടികൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തൈകൾ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഓരോ സമയത്തും ഇനിയും ചില സമയങ്ങളിൽ പിന്നെ മറ്റു തൈകൾ ഇവിടെ വകുപ്പിൻ്റെതായിട്ട് കൃഷി വകുപ്പിൻ്റെതായിട്ടുള്ള സംവിധാനത്തിൽ സാധാരണ പച്ചക്കറി തൈകൾ ചില സമയങ്ങളിൽ വരാറുണ്ട്. അതായത് കാലാവസ്ഥയ്ക്കനുസരിച്ച് ശീതകാലം ആകുമ്പോൾ കോളിഫ്ലവറിൻ്റെയും അതുപോലെ ക്യാബേജിൻ്റെയൊക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തൈകളും വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്നതൊക്കെ ഇവിടുന്ന് വിതരണം ചെയ്യുന്ന തൈകളുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷം കൊണ്ടുപോയവർക്ക് അറിയാം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുരളീധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷൻ, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ബാലകൃഷ്ണൻ, മുഹമ്മദ് കുഞ്ഞി, അബ്ദുറഹിമാൻ, കാർഷിക കർമ്മസേന സെക്രട്ടറി N. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക മുലയൂട്ടൽ വാരാചരണം ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും ഉടുമ്പുംതല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. മുലയൂട്ടലിനുള്ള പിന്തുണ എല്ലാവർക്കും നൽകാമെന്ന സന്ദേശത്തോടെ ലോക മുലയൂട്ടൽ വാരാചരണം നടത്തി. ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും ഉടുമ്പുംതല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ സന്തോഷ് B ഉദ്ഘാടനം ചെയ്തു. ആടിന്റെ പാലും ആടിന്റെ കുട്ടിക്കും നമുക്കല്ല ശരിക്കും പറഞ്ഞാൽ ഓക്കെ. നമ്മൾ പിന്നെ അതിലും പിണ്ടവും ചായലും എല്ലാത്തിനും കുടിച്ച് നമ്മൾ ശീലാക്കുന്നതാണ്, അത് അടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ പൊടി കലക്കേണ്ടി വരും അല്ലേ? അത്ര ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ഒരു എന്താണ് ഒരു മാനസികമായിട്ട് നല്ലൊരു എന്താ പറയട്ടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ്റെ ഒരു സംവിധാനം നമ്മളെല്ലാവരും ഒരുക്കി കൊടുക്കണം. വീട്ടുകാരായാലും നമ്മുടെ ചുറ്റുപാടും ഏത് സംഭവമായാലും. അപ്പോൾ ഈ സമയത്ത് ഈ വർഷത്തെ ഒരു തീം തന്നെ അതാണ്, നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്യണം. കാരണം ഈ കുഞ്ഞിൻ്റെ തുടക്കം അങ്ങനെ തന്നെയാണ്. ഈ കുഞ്ഞാണ് നാളെ അല്ലെ നമ്മളെല്ലാം തട്ടിപ്പോയി ഇവരല്ലേ ഉണ്ടാവുള്ളൂ. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മനു M, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നജീബ് TS, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് CDPO ജ്യോതി T, IAP കാഞ്ഞങ്ങാട് പ്രതിനിധി ഡോക്ടർ അഭിലാഷ് V തുടങ്ങിയവർ സംസാരിച്ചു. ഉടുമ്പുംതല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ലിയാഖത്ത് അലി NP ചടങ്ങിന് നന്ദി അറിയിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഉടുമ്പുംതല കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ, ജില്ലാ MCH ഓഫീസർ ശോഭന M എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേന. കാഞ്ഞങ്ങാട് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഏറ്റുവാങ്ങി. വയനാടിന് കൈത്താങ്ങാവാൻ കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. നിരവധി പേരാണ് ദുരിതാശ്വാസ സഹായവുമായി എത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേനയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി. ഹരിതകർമ്മസേനയുടെ വേതനത്തിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചേർന്ന് കാഞ്ഞങ്ങാട് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദിന് കൈമാറി. നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ എന്തായിരുന്നു അവിടെ വയനാട്ടിലെ ഭയങ്കര പ്രകടനമായി ഉണ്ടായിരുന്നു. അവിടെ റിലീഫ് വേണ്ടിയിട്ട് വേറെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. റിലീഫും റീഹാബിലിറ്റേഷനും ഉണ്ടാവും. ഇപ്പോൾ റിലീഫാണ്, പിന്നെ അതിനുശേഷം അവരുടെ വീടുകൾ എവിടെ ഉണ്ടാവും, അവരുടെ ഹൗസിങ്ങും അവരുടെ ലൈവ്ലിഹുഡും അത് ഏറ്റവും കൂടുതലാണ് നമ്മുടെ സംസ്ഥാനം വേണ്ടി ഒരു വർക്കാണ്, പെൻഡിങ് വർക്കാണ്. നല്ലത് സംസ്ഥാന നല്ലതൊരു പരിപാടി, ഒരു പ്ലാൻ ഉണ്ടാക്കും. പക്ഷേ അതിനുവേണ്ടി നമ്മുടെ ഓരോരോ സംസ്ഥാനത്തിൻ്റെ ഓരോരോ സ്ഥാപനം, ഓരോരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടാണ്. അത്
കോൺട്രിബ്യൂഷൻ്റെ ഭാഗത്തിൽ താങ്കളുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ എല്ലാവരും അറിയാം. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് അവരുടെ മെമ്പർക്ക് എന്നാണ് കോൺട്രിബ്യൂഷൻ. വരുമാനമുള്ളവരോ അതിൻ്റെ ഒരു ഭാഗം ദുരിതാശ്വാസത്തിലേക്ക് നൽകുന്നതിനേക്കാളും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലേ, 50 രൂപ ഓരോ വീടുകളിൽ നിന്ന് യൂസർ ഫീ ഇനത്തിൽ 50 രൂപ പിരിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോട്, കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊക്കെ സമൂഹം ആദ്യകാലത്ത് എടുത്തിട്ടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നിഷേധത്തിലുള്ളതായിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാത്ത, അതേസമയം നമ്മുടെ സഹജീവികളായിട്ടുള്ള സഹോദരന്മാർക്ക് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു നാടിനെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൽ നമ്മുടെ സഹോദരിമാർ, ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്വമനസാലെ അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, നമുക്ക് ഞങ്ങളുടെയും ഒരു സംഭാവന അതിനുവേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഇവിടെ ഇത് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി എൻ മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലങ്ങളായി ഒരു നാടിന് തണലേക്കുന്ന മുത്തശ്ശിമരം നാശത്തിന്റെ വക്കിലേക്ക്. ഒരുപാട് തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശിമരം നശിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അമ്പലത്തറയിലെ നാട്ടുകാർ. ഈ മുത്തശ്ശിമരം മടിക്കൈ അമ്പലത്തറയ്ക്ക് എന്നും തിലകക്കുറിയാണ്. ഒരുപക്ഷെ അമ്പലത്തറയിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർ അടയാളപ്പെടുത്തുന്നതും ഈ മരങ്ങളെയാകും. ഇവയുടെ പ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ ഇന്ന് അമ്പലത്തറയിലില്ല. ഈ മരച്ചുവെട്ടിൽ നിന്നായിരുന്നു പണ്ട് അമ്പലത്തറയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സുപ്രധാന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എടുത്തിരുന്നത്. പല കൂട്ടായ്മകൾക്കും പലർക്കും അടയാളമാണ് ഈ മുത്തശ്ശിമരം. നമ്മുടെ പാലമുത്തശ്ശി നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രകൃതിയുടെ വിളയാട്ടങ്ങൾ മൊത്തം നമ്മുടെ നാടിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു നാടിൻ്റെ അഭിമാനവും അല്ലെങ്കിൽ നാടിൻ്റെ ഒരു വിളക്കായി, നാടിൻ്റെ ചരിത്രമറിയുന്ന ഒരു വയസ്സ് ഇപ്പോഴുള്ള ആർക്കും അറിയാത്ത രീതിയിലുള്ള നമ്മുടെ ഒരു മുത്തശ്ശിയാണ് പാലമുത്തശ്ശി. പണ്ട് കാലത്ത് ഈ ലൈറ്റ് ഹൗസുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് കടലിന് നടുക്കെത്തിയാൽ ദിശ തിരിച്ചറിയാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഈ പാലമുത്തശ്ശി എന്നാണ് പഴമക്കാർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നാടുമായിട്ട് അല്ലെങ്കിൽ മടിക്കൈ ഗ്രാമവുമായിട്ട്, മടിക്കൈ പഞ്ചായത്തുമായിട്ട് കടൽ തീരത്തുള്ളവർക്ക് വളരെ ഒരു നല്ല ബന്ധമായിരുന്നു. ഇവിടെ മടിക്കുമാടം ഉത്സവമൊക്കെ വരുന്ന സമയത്ത് കടലിൻ്റെ തീരത്തുള്ള അല്ലെങ്കിൽ കടലിനോട് അനുബന്ധം പുലർത്തി ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഉത്സവങ്ങൾക്കൊക്കെ ഇത് കേന്ദ്രീകരിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. നാടിൻ്റെ കഥകളറിയുന്ന ഈ വൃക്ഷം നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാക്കിൽ കണ്ടുപിടിക്കുന്ന ഈ പാലമരം അതിൻ്റെ വലിയ വലിയ കൊമ്പുകൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ ഒരു കൊമ്പ് പൊട്ടി വീണിട്ടുണ്ട്, ഒരു വലിയൊരു ശിഖരം തന്നെ പൊട്ടി വീണിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ അധികൃതർ മുനിസിപ്പാലിറ്റിയിലാണ്, മുനിസിപ്പൽ പരിധിയിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ പ്രദേശത്ത് കൂടുതലും വസിക്കുന്നതും ഈ പ്രദേശത്ത് ചേർന്ന് മടിക്കൈ പഞ്ചായത്തിലെ ജനങ്ങളാണ്. ഒരുപാട് തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശിമരം നാശത്തിന്റെ വക്കിലേക്ക് കടക്കുന്നത് ഇവർക്കൊക്കെയും സങ്കടമാണ് നൽകുന്നത്. എന്നാൽ മുത്തശ്ശിമരം അപകട ഭീഷണി ഉയർത്തുന്നത് ഇവരിൽ ആശങ്കയും ഉളവാക്കുന്നു. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഇതുവഴി സഞ്ചരിക്കുന്നത്. മരച്ചിലകൾ പൊട്ടിവീഴുന്നതും പതിവാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലാണ് ഈ മുത്തശ്ശിമരം. ജയരാജൻ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക കാർവാറിൽ പാലം തകർന്ന് ട്രക്ക് പുഴയിൽ വീണു. കാർവാറിനെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളി പാലമാണ് തകർന്നത്. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് കുണ്ടടുക്കയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് റോഡിന്റെ വീതി കൂട്ടുവാൻ ശ്രമം. വലിയ വാഹനങ്ങൾ കടത്തിവിടുവാൻ 2 ആഴ്ച സമയമെടുത്തേക്കും. കാസർഗോഡ് മിഞ്ചിപ്പതവിലെ പ്ലാന്റേഷൻ ഭൂമിയിൽ മൂടിയ കിണറുകൾ കുഴിച്ച് പരിശോധിക്കുന്നതിൽ തടസ്സമില്ല. ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നിലപാട് വ്യക്തമാക്കി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. മടക്കര തുറമുഖത്തിലേക്കെത്തുന്ന കാൽനട യാത്രക്കാരിൽ നിന്നും 10 രൂപ പ്രവേശന ഫീസ് വാങ്ങുന്നത് ചോദ്യം ചെയ്ത് തർക്കം. ചാകര അറിഞ്ഞെത്തുന്നവരിൽ നിന്നാണ് തുക ഈടാക്കുന്നതെന്നാണ് ആരോപണം. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വയനാടിനെ ചേർത്ത് പിടിക്കും. ഈ മാസം 22-ന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും.
വയനാട്ടിലെ വേദനിക്കുന്ന ജനതയ്ക്ക് സ്നേഹത്തിന്റെ കരങ്ങളുമായി കാഞ്ഞങ്ങാട്ടെ അധ്യാപകനും വി സുബ്രഹ്മണ്യൻ മാഷാണ് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.